ഇങ്ങനെ ജനാലയുടെ ഒക്കെ പൊക്കത്തിരുന്ന് ചാടും, തലകുത്തി മറിയും. അത് വീട്ടിൽ വേണമെങ്കിലും ചെയ്യും, സെറ്റിലായാലും. സിനിമ കണ്ടോ? ബാലൻ സിനിമ കണ്ടോ? കൊറേ തവണ ഉണ്ട്. മനസ്സിലായോ കഥയൊക്കെ? ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഓക്കെ. ഒന്നും മനസ്സിലായിട്ടില്ല. കുഞ്ഞാണ്, അപ്പോൾ പെട്ടെന്ന് വയ്യാതെ ആവാം. അപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ ടീം ആയിരുന്നു. ഇവന് എവിടേക്കാണോ ഡിഫിക്കൽട്ടി വരുന്നത്, ഇവർ ഓൾവേസ് ദയർ ടു ടേക്ക് കെയർ ഓഫ് us that way. അങ്ങനെ ഇവന് വയ്യാണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോ എനിക്ക് ഇനി വയ്യ, എനിക്ക് ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിട്ടുണ്ട് എനിക്ക്. അത് മറ്റേ അമ്മാമ്മയുടെ അടുക്ക ഷൂട്ട് ചെയ്തപ്പോഴേക്കും അമ്മാമ വാസ് അമേസിങ്. ഒരു ബോൾ ഓഫ് എനർജി ആയിരുന്നു. ഫുൾ ലൈഫ്, ലൈക്ക് ബോൾ ഓഫ് ലൈഫ് എന്ന് പറയാം. വെരി ഇൻസ്പയറിംഗ് ടു സീ ഹർ ദാറ്റ് വേ. ചേട്ടൻ അടിപൊളിയായിരുന്നു. എനിക്ക് വല്ല തെറ്റിക്കഴിഞ്ഞാലും എന്തായാലും കുഴപ്പമില്ല, ടൈം എടുത്ത് ചെയ്താൽ മതി, ശരിയാവും. സപ്പോർട്ട് എപ്പോഴും ചോദിച്ചാലും തരുമായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചറിയാം, പുള്ളിക്ക് കുറച്ച് വയറുണ്ട് പടത്തിൽ. പ്രോസ്തറ്റിക്സ് ആയിരുന്നു. സെറ്റിൽ ഏറ്റവും പേടി ആരെയായിരുന്നു? വിഷ്ണു ചേട്ടനും ചന്തു ചേട്ടനും ഗണിച്ചേട്ടനെ പൊളിക്കുന്നത്. മലയാള സിനിമയുടെ ബാലനിലെ ബാലന്മാരും അമ്മയും ഫർസാന, മുഹമ്മദ് സിനാൻ, ആദിശേഷ്. വെൽക്കം ടു ക്ലബ് FM. കലിപ്പാണോ? ഓക്കെ. ശരിക്കും അമ്മയും കുട്ടികളുമായിട്ടുള്ള ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ചെയ്തത്? കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ പ്രെപ്പ് എന്ന് പറഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷൂട്ടിൻ്റെ ഒരു 10 ദിവസം മുന്നേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു നിന്നത്. ഞാനും ആദിൻ്റെ അമ്മയും പിന്നെ ഡോളി അമ്മയും. ഒരു ഉഗ്രൻ സമയമായിരുന്നു. അതെ, നമ്മുടെ അമ്മാമ്മ. അപ്പോൾ ഒരാഴ്ച മൊത്തം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ഇവനിരുന്ന് TV കാണും, ബാക്കി ഞങ്ങൾ 3 പേരും സംസാരിച്ചിരിക്കും. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫൺ ടൈം ആക്ച്വലി, എല്ലാവരും ഒരുമിച്ച്. ആദിശേഷേ, സിനിമ കണ്ടോ? ബാലൻ സിനിമ കണ്ടോ? കൊറേ തവണ കണ്ടു. മനസ്സിലായോ കഥയൊക്കെ? കഥ അധികമൊന്നും മനസ്സിലായിട്ടില്ല. വീണ്ടും തിരിച്ചിങ്ങനെ സിയാചേട്ടാ പറയുമ്പോ ഇങ്ങനെ പിടിച്ചെരുന്ന് പറയത്തില്ലേ, അതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് പിന്നീട് ഇങ്ങനെ മറ്റേ ഇത് ലാസ്റ്റത്തെ സീനില്ലേ, ആ ക്ലൈമാക്സിന് ഇത് അന്നേരം എനിക്ക് തോന്നുന്നത് വീണ്ടും തിരിച്ചു പോവാന്ന്, ഇത് കഥ വീണ്ടും തലരിഞ്ഞു പോവാന്ന് ഒക്കെ എനിക്ക് തോന്നി. അപ്പൊ മനസ്സിലായില്ല ഇതുവരെ? ഇല്ല. അപ്പം ഒരുപാട് ഓഡീഷൻസ് നടത്തിയിട്ടാണ് മോനെ കണ്ടെത്തിയല്ലേ? ശരിക്കും എങ്ങനെയായിരുന്നു കണ്ടെത്തിയേ? അറിയോ മോനെ എങ്ങനെയാ കണ്ടെത്തിയേ? എനിക്ക് അതിനെപ്പറ്റി അധികം ഒന്നും അറിയത്തില്ല. ഞാൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇതറിയുന്നത്. സ്കൂളിൽ പോയി ഭക്ഷണം കഴിച്ച് TV ഒക്കെ കണ്ട് ഇരിക്കുമ്പോഴാണ് ഇതറിയുന്നത്. റീൽ ചെയ്യുമായിരുന്നോ ഇൻസ്റ്റയില്? റീൽസ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും വിളിച്ചല്ലേ? അതൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു സ്വന്തി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് അതിൻ്റെ ഒരു റീൽസ് കണ്ട് വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചതാണ്. അത്രേ എനിക്കറിയൂ, ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. മുഹമ്മദ് സിനാന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഗണപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു 12 നില എന്തോ ഉള്ള ഫ്ലാറ്റിൽ ഓടിക്കയറിയിരുന്നു. ശരിക്കും ആ ഓട്ടം കണ്ടിട്ടാണോ എടുത്തിട്ട് ക്ലൈമാക്സിൽ ഓടിച്ചത്? അത് ജസ്റ്റ് എനിക്ക് കാസ്റ്റിംഗ് കോൾ കണ്ട് ഞാൻ വിളിച്ചപ്പോൾ എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തന്നുണ്ടായി. അപ്പോൾ അത് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഞാൻ സ്റ്റെപ്പ് കയറി നടന്നു. അത് 12 സ്റ്റെപ്പ് കയറി നടന്ന് അതായിരുന്നു. അല്ല, എന്തുകൊണ്ടാണ് നടന്നു കയറി? ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല? എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെ എന്താണ് ഇപ്പോൾ അഭിപ്രായം? വീട്ടിലും നാട്ടിലൊക്കെ അടിപൊളിയാണ്. എല്ലാവരും പടം കണ്ട് എല്ലാവർക്കും പടം ഇഷ്ടമായി. എല്ലാവരും നല്ല നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഓക്കെ, അടിപൊളി. ആദിശേഷേ, സെറ്റിൽ ഏറ്റവും പേടി ആരെയായിരുന്നു? വിഷ്ണു ചേട്ടനും ചന്തു ചേട്ടനും ഗണിച്ചേട്ടനും. അവരെന്താണ്, സീനാണോ? അവര് വേണ്ടി വന്ന ദേഷ്യപ്പെടുവോ? ഞാൻ ഇടയ്ക്ക് ആങ്ങളുടെ ഫോൺ കണ്ടെന്ന് പറഞ്ഞ് ഗണിച്ചേട്ട എന്നെ പൊക്കി. എന്ത് പറഞ്ഞു? വഴക്ക് പറഞ്ഞോ? അപ്പൊ ഇടയ്ക്ക് കാർട്ടൂണൊക്കെ കാണാൻ പോവോ ഫോണില്? അമ്മ തരുവാണെങ്കിൽ കാണാൻ പോവും. ഒരിടയ്ക്ക് പൊക്കിയതാണ്, പക്ഷേ അത്തവിടെ പിടികൂടാതെ പോയി. ശരിക്കും ഒരു അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ സമയം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ഞു കുട്ടിയാണ്, അപ്പം പുള്ളിക്കാരൻ്റെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അറ്റൻഷൻ ഇടയ്ക്ക് തെറ്റിപ്പോവാം, അല്ലെങ്കിൽ കുഞ്ഞാണ്, അപ്പോൾ പെട്ടെന്ന് വയ്യാതെ ആവാം ഈ ക്ലൈമറ്റിലും കാര്യങ്ങളിലൊക്കെ. അപ്പം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതിൽ മെയിൻലി ഇൻവോൾവ്മെൻറ്റ് ഡയറക്ഷൻ ടീമായിരുന്നു. അപ്പോൾ അത് വെരി എന്താ പറയുക, വെരി ഗിവിങ്. ഇവന് എവിടേക്കാണോ ഡിഫിക്കൽട്ടി വരുന്നത്, ഇവർ ഓൾവേസ് ദയർ ടു ടേക്ക് കെയർ ഓഫ് us that way. അങ്ങനെ ഇവന് വയ്യാണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഇനി വയ്യ, എനിക്ക് ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിട്ടുണ്ട് എനിക്ക്. അത് മറ്റേ ഈ
അമ്മാമ്മയുടെ അടുക്ക ഷൂട്ട് ചെയ്തപ്പോഴേക്കും അന്നുള്ള സീൻ പക്കയായിട്ട് ചെയ്തു. അതാണ് മറ്റേ ഈ ഇത് കിടന്നുറങ്ങുന്ന സീനിന് പനി പിടിച്ചതെന്ന്. പിന്നെ മറ്റേ ഇതീ പിടിച്ച് തള്ളത്തില്ലേ, അതും പനി പിടിച്ച്. കഥ മൊത്തം പറഞ്ഞു. ഫർസാനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് പഴയ ഫോട്ടോ ആണ് ഇട്ടിരുന്നത് അല്ലേ, കുട്ടിക്കാലത്തെ. ആക്ച്വലി ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആദിശേഷിന്റെ ഒക്കെ ഒരു ചെറിയ കട്ടുണ്ട് ആ കണ്ണുകള്. അപ്പം ശരിക്കും കണ്ണുകൾ ആണോ മെയിൻ ആയിട്ടും ഈ പടത്തിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടെത്തിയത്? അതെ അതെ. അപ്പൊ ആദ്യം ആദിശേഷനാണ് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ അവന്റെ കണ്ണ് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഫർസാനയുടെ ഓഡിഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു? എൻ്റെ മെയിൻ ഓഡിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മച്ചി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു, അത് ഞാൻ അയക്കും എന്നുള്ളൊരു ഇത്. പിന്നെ ബോംബെയിലൊരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇങ്ങനത്തെ ഒരാൾ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ഗണപതിയാണ്, ചിദംബരത്തിൻ്റെ സിനിമയാണ്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് ടു സെൻഡ് ഇൻ ഒരു ഇൻട്രോ അയക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇൻട്രോ അയച്ചു. അന്ന് രാത്രി ഗണപതി വിളിച്ച് സംസാരിച്ച് 2-3 സീൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടേപ്പ് ചെയ്ത് അയച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2 ആഴ്ച, അതെ അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്നെ കൊച്ചിയിലേക്ക് വിളിച്ചത് ഇവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് മൂവിയാണ്, അപ്പം ഈ ക്യാമറ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ എല്ലാം ക്ലോസപ്പ് ഷോട്ടാണ്. അത് അത്യാവശ്യം ഒരു ഫസ്റ്റ് ആയിട്ട് കയറുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു എന്താ പറയുക റിസ്കി എലമെന്റും കൂടിയാണ്. അപ്പം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ലൈക്ക് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ, ആക്ടിങ് ട്രെയിനിങ്ങിനോ വല്ലതും? ഞാൻ ആക്ടിങ് പഠിച്ചിട്ടില്ല. കോളേജ് മുതൽ തിയേറ്റർ ചെയ്യുമായിരുന്നു, പ്ലേസ് ചെയ്യുമായിരുന്നു. അതിലൂടെയാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ള എക്സ്പീരിയൻസ് അതിലൂടെയാണ് കിട്ടിയത്. പിന്നെ സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആഡ്സും മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടെ തന്നെ ഞാൻ സെറ്റിൽ എന്താണ് പഠിക്കാൻ പറ്റുമോ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അല്ലാതെ ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ ക്ലോസപ്പിൻ്റെ കാര്യം പറഞ്ഞത്, ഐ തിങ്ക് ബിഗ് താങ്ക്സ് ടു ഷൈജുക്ക ഫോർ ദാറ്റ്. അത് പുള്ളിയുടെ വിഷ്വൽസ് കാരണമാണ് നമ്മൾ ആ ഒരു രീതിയിൽ കാണുന്നത് തന്നെ. എക്സാക്ട്. ആൻഡ് ഹി വാസ് വെരി ബ്യൂട്ടിഫുള്ളി ഏബിൾ ടു ക്യാപ്ചർ ദ ഇമോഷൻ ഓൺ ദ ഫേസ്. ഇപ്പം നമ്മൾ എത്ര കാണിച്ചാലും ക്യാമറ അല്ലെങ്കിൽ ഒരു ആംഗിൾ കറക്റ്റ് അല്ലെങ്കിൽ അതൊരു വിയേർഡ് വേയിലായിരിക്കും അത് നമ്മൾ കാണുന്നത്. അബ്ബയായിട്ടുള്ള കുറച്ച് അധികം സീൻസ് ഉണ്ട്, അതായത് നമ്മുടെ ടൊവിനോ തോമസും ആയിട്ടുള്ള. അപ്പോൾ പുള്ളിയായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ടോവിച്ചേട്ടൻ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തിപ്പോൾ എനിക്ക് വല്ല തെറ്റിക്കഴിഞ്ഞാലും എന്തായാലും കുഴപ്പമില്ല, ടൈം എടുത്ത് ചെയ്താൽ മതി, ശരിയാവും എന്ന് ഒരു സപ്പോർട്ട് എപ്പോഴും ടോവിച്ചേട്ടൻ തരുമായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും സെറ്റിലാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം പുള്ളിക്ക് കുറച്ച് വയറുണ്ട് പടത്തിൽ. പ്രോസ്തറ്റിക്സ് ആയിരുന്നു. ആദിശേഷേ സെറ്റ് എങ്ങനെയായിരുന്നു? സെറ്റ് സൂപ്പർ ആയിരുന്നു. ഓക്കെ. ഏറ്റവും കമ്പനി ആരായിരുന്നു? ചേസാറും പിന്നെ ടോവിയങ്ങളും അവരൊക്കെയായിരുന്നു. എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? 8ാം ക്ലാസ്. ആദ്യം ഞാൻ ഇതി വന്നപ്പോഴേക്കും ഒന്നില്ലായിരുന്നു. പിന്നെ പരീക്ഷയൊക്കെ എഴുതി വീണ്ടും വയനാട്ടിൽ വന്ന് ഇത് ഷൂട്ട് കിടക്കുക. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നീ പടി കിട്ടാൻ പോയത്. ഇവന്മാരെല്ലാരും കൂടി എന്താ ചെറുതായി പോയെന്ന് എനിക്ക് തോന്നി. തിരിച്ച് അവന്മാര് വീണ്ടും വിളിക്കുന്നിട്ട് നോക്കുമ്പോഴേക്കും 2ാം ക്ലാസ്സിലേക്ക്. 2ായാ? ഉറപ്പായാ? ഓക്കെ. അമ്മയായിട്ട് അഭിനയിച്ചില്ലേ ചേച്ചിയായിട്ട്? അപ്പൊ ചേച്ചിയുടെ മുമ്പിൽ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടോ? എന്താ? ഫോണ് കാണും, അല്ലെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും ചാടും. ഞാൻ മേളിൽ കയറിയിരുന്നു ഞാൻ ജനാലയുടെ ഒക്കെ പൊക്കത്തിരുന്ന് ചാടും. വെട്ടി ഇങ്ങനെ തലകുത്തി മറിയും. ഇതൊക്കെ അവിടെ ചെയ്യോ? അത് വീട്ടിൽ വേണമെങ്കിലും ചെയ്യും, ഇനി സെറ്റിലായാലും ചെയ്യും. ഫർസാന, അമ്മാമയായിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ? അമ്മാമ വാസ് അമേസിങ്. ഒരു ബോൾ ഓഫ് എനർജി ആയിരുന്നു. ഫുൾ ലൈഫ്, ലൈക്ക് ബോൾ ഓഫ് ലൈഫ് എന്ന് പറയാം. വെരി ഇൻസ്പയറിങ് ടു സീ ഹർ ദാറ്റ് വേ. അപ്പോൾ കളി, ചിരി. പിന്നെ ഞങ്ങൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലഞ്ച് ബ്രേക്കിലൊക്കെ എല്ലാവരും അമ്മമ്മയുടെ റൂമിൽ പോയി അമ്മമ്മ എല്ലാവരെയും കൈ വായിക്കും, മുഖം വായിക്കും, പാസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും. ഇങ്ങനെ എനിക്ക് സെറ്റിലുള്ള എല്ലാവരുടെയും പാസ്റ്റും പ്രസന്റും ഇപ്പം ആക്ച്വലി അറിയാം. എല്ലാം പറയും. അത് റൂമിൽ ആരാണല്ലോ ആരാ ഇല്ല അതൊന്നും നോക്കില്ല. അമ്മമ്മ ആരുടെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു ഫർസാനെ കുറിച്ച് എന്താ പറഞ്ഞേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാമ, which is correct. കാക്കപ്പുള്ളി എന്ന് പറയാൻ സാധനം എന്താ ഇതുണ്ടെന്നൊക്കെ പറയും, അപകടം വരും എന്നൊക്കെ അത് ശരി പറയുന്നുണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് ചുമ്മാ വന്ന്. ഓക്കെ, 3 പേരുടെയും ഫസ്റ്റ് പടമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്ടർ ചിദംബരത്ത് നിന്ന് പഠിച്ച ഒരു കാര്യം എന്താണ്? ഞാൻ പഠിച്ചത് എവറിഥിങ് ഈസ് ഓൾ ഗുഡ്, ജസ്റ്റ് ചിൽ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ബി, ഐ മീൻ പുള്ളിക്കാരുടെ മുഖത്ത് തന്നെ ഇതുവരെ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ദുരൂഹ സാഹചര്യം ആ സിനിമ കാണുമ്പോഴാണ് ആ ഒരു സൈഡ് കാണുന്നത് തന്നെ. അത്രക്കും ദേഷ്യവും ആങ്കറും ഗ്രിറ്റും എല്ലാം കണ്ടു. സെറ്റിൽ ഈസ് വെരി ചിൽ, ഭയങ്കര ലേഡ് ബാക്ക്, എപ്പോഴും എങ്ങനെ ഇരിക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരെയും ഒബ്സർവ് ചെയ്യും. എപ്പോൾ വേണമെങ്കിലും പുള്ളിയോട് പോയി എന്ത് വേണമെങ്കിലും ചോദിക്കാം. സീനായാലും ക്യാരക്ടർ ആയാലും എന്ത് വർക്കാണെങ്കിലും he's very easy that way. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീൻ ഏതായിരുന്നു? എവിടെയായിരുന്നു? ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തായിരുന്നു. ഈസി ജോബ് ആയിരുന്നു. ജസ്റ്റ് ഈസിങ് ഇൻ ടു എന്താ പറയുക, ഞങ്ങൾ ബീച്ചിൽ നിന്നിട്ട് കൈ പിടിച്ച് ആ ഒരു ഷോട്ടില് ട്രെയിലർ. അത് ട്രിവാൻഡ്രമാണോ ബീച്ച്? യെസ്. ബാക്കി സെറ്റ് എവിടെയായിരുന്നു? വയനാടും പിന്നെ വയനാട്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, മംഗലാപുരത്തുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു. He forgot the best one. Yeah, good job. അതിന്റെ ഇടയ്ക്ക് അമ്മയും മകനുമായിട്ടുള്ള ഒരു ബോണ്ട് കാണിക്കാനായിട്ടൊരു പാട്ടുണ്ട്, നടന്നു പോകുന്നൊരു സോങ്. അത് ശരിക്കും എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, എന്നെ ജസ്റ്റ് എനിക്ക് വയ്യ ഒന്നങ്ങോട്ട് പിടിച്ചോണ്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന്. അങ്ങനെയായിരുന്നോ? അതെ, അങ്ങനെ ആയിരുന്നു. അത് അന്ന് വൈകുന്നേരം ഞങ്ങൾ ബ്രിഡ്ജിൽ നിൽക്കണം. അപ്പോൾ ബോട്ടുമ്മ ഷൈജുക്ക, ചിദംബരം എല്ലാവരും ഫുൾ ടീം അവിടെയാണ്. ബ്രിഡ്ജിൻ്റെ അടുത്ത് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിലാണ് ഒരു ഏടി നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറയാം ഓക്കെ നടക്കൂ, കൈ പിടിച്ച് നടക്കൂ എന്നുള്ളൂ. ഇവനാണെങ്കിൽ ഓഫ് കോഴ്സ് 6 മണിയൊക്കെ ആയി, വെരി എക്സോസ്റ്റഡ് ആ സമയത്ത്. അപ്പോൾ എന്താണ് ഇവൻ പറഞ്ഞു, എനിക്ക് ചെയ്യണ്ടെങ്കിൽ മതിയായി, ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഐ ക്ലിക്ഡ് മീ ആൻഡ് ഐ സെഡ് ഓക്കെ, അപ്പോൾ എനിക്കും വയ്യ, എന്നെ പോലെ എനിക്കും വയ്യ, നീ ഒന്ന് എൻ്റെ കൈ പിടിച്ചൊന്ന് നടക്കോ, ഇത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഷോട്ടല്ലേ, കഴിഞ്ഞു, ഇനി പിന്നെ വീട്ടിൽ പോവാം. അപ്പോൾ that's how that shot was taken. അതിനെപ്പറ്റി ഓർക്കുന്നില്ല, മറന്നുപോയല്ല. പറ്റിച്ചോ പറ്റിച്ചില്ലേ ഒന്നും ഓർക്കുന്നില്ല. പടം ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ? ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. മുഹമ്മദ് സിനാന് ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? എല്ലാവർക്കും പടം ഇഷ്ടമായി. എല്ലാവരും സിനിമ കണ്ടപ്പോൾ തന്നെ എന്നെ കുറേ പേര് അപ്പം തന്നെ വിളിച്ച് നല്ലതാണെന്ന് പറഞ്ഞു. ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു 2 പയ്യന്മാർ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് ഞാൻ ഗണിച്ചേട്ടനെ കാണിച്ചു കൊടുത്തായിരുന്നു. പേരെന്തായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ? ലൂപ്പ്. ടൈം ലൂപ്പിൻ്റെ കഥയാണ്. പക്ഷെ അത് ഞാൻ യൂട്യൂബിൽ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പിടിച്ചത്. അപ്പോൾ എന്തായാലും ബാലൻ മൂവി ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ട് മാറിയിരിക്കുകയാണ് മലയാളത്തിലെ. അപ്പോൾ നിങ്ങളുടെ 3 പേരുടെ ഫസ്റ്റ് പടമാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ, സക്സസ്ഫുൾ ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.